വർഷം 2005 ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരുന്ന ഒരു വണ്ടിയെ അങ്ങ് പിൻവലിക്കാം. പകരം ആ ഒരു വണ്ടിയുമായിട്ട് തീരെ സാമ്യമില്ലാത്ത അജഗജാന്തരം എന്നൊക്കെ പറയാവുന്ന ഒരു വണ്ടിയെ നിരത്തേക്ക് അങ്ങ് ഇറക്കി വിടുക, അതിൽ വിജയം കാണുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അന്ന് പോയ വണ്ടിയുടെ പേര് ക്വാളിസ് എന്നാണ്, വന്ന വണ്ടിയുടെ പേര് ഇന്നോവ എന്നാണ്. അപ്പോൾ ആ ഒരു ഇന്നോവ നമ്മുടെ കൂടെയുണ്ട്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2005 ഇന്നോവ വരുമ്പോൾ ഇന്നോവയ്ക്ക് 2 എൻജിൻ ഓപ്ഷനുകളായിരുന്നു. ഒരു 2 ലിറ്റർ പെട്രോളും ഒരു 2.5 ഡീസലും. ഡീസലിന് തത്വത്തിൽ പവർ കുറവാണ് എന്ന് വെച്ചാൽ ഇതിന് 103 PS ആണ് പവർ ഉണ്ടായിരുന്നത്, 200 Nm. എന്നാൽ പെട്രോളിന് 136 PS പവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂസ്ഡ് കാർ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്രോൾ മോഡലുകൾ ഇത്തിരി വില കുറച്ച് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 2009 വരെ ആ ഒരു പഴയ മോഡൽ ഇന്നോവ നിന്നു. എന്ന് വെച്ചാൽ ആദ്യ ജനറേഷൻ്റെ ആദ്യ മോഡൽ എന്ന് പറയാം. ആ മോഡലിന് E എന്നും G എന്നും G4 എന്നും V എന്നും പറഞ്ഞ വേരിയൻറ്റുകളായിരുന്നു. പക്ഷേ ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC പോലുള്ള കാര്യങ്ങൾ ആ ഒരു വണ്ടിക്ക് കിട്ടിയില്ല. 2009 ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ഈ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രില്ലിൽ വന്ന മാറ്റമാണ് പ്രത്യേകിച്ചും പറയാനുള്ളത്. ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണ് ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC-യും ആ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ഓഡിയോ കൺട്രോൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഈ ഒരു വണ്ടിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ കാണിച്ചു തരാം. 2012 വീണ്ടും ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. അന്നാണ് എനിക്ക് തോന്നുന്നു കൊറോള ഓൾട്ടിസിൽ നിന്ന് കടം കൊണ്ട സ്റ്റിയറിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നത്. പിന്നീട് ക്രിസ്റ്റ വരുന്നതിന് മുന്നേ 2013 ഒരു ഫേസ് ലിഫ്റ്റ് കൂടി വന്നു. ഇന്നോവയുടെ ഒരു ചരിത്രത്തിൽ Z വേരിയൻ്റൊക്കെ വന്നപ്പോഴാണ് ആ ഒരു ചരിത്രത്തിൽ ഏറ്റവും വൃത്തിയില്ലാത്ത ഒരു ഗ്രില്ലുള്ള ഒരു മോഡലായിട്ട് 2013 വന്ന ഫേസ് ലിഫ്റ്റ് കാണാം. 2015 ക്രിസ്റ്റ വരുന്നവരെ ആ ഒരു ഫേസ് ലിഫ്റ്റ് അങ്ങനെ തന്നെ നിലകൊണ്ടു. അപ്പോൾ ഒരുപാട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വണ്ടിയെന്ന് പറയാം. എനിക്ക് തോന്നുന്നു അന്ന് 2009 വണ്ടി വാങ്ങിയ വിലയ്ക്ക് തന്നെ 5 വർഷം കഴിഞ്ഞിട്ട് യൂസ്ഡ് മാർക്കറ്റിൽ വിറ്റ കഥകളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് 2009 വന്ന ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും ഇത് വാങ്ങിയാൽ എന്തൊക്കെ ലഭിക്കുമെന്നാണ് ഈ വീഡിയോയിൽ കൂടുതലും പറയാൻ പോകുന്നത്. ഒരു ഇത്തിരി ചരിത്രം ഞാൻ ആ വണ്ടിയെക്കുറിച്ച് പറഞ്ഞു തന്നുള്ളൂ. ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ഏത് വണ്ടിയുടെ ആ ഒരു ബാക്കിയായിരുന്നു ക്വാളിസ് എന്നും അതെന്താണ് ഇന്ത്യയിലേക്ക് വന്നതെന്നും എത്ര ജനറേഷൻ ആണെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാം. ആദ്യം ഞാൻ ഈ വണ്ടിയുടെ ആ ഒരു ചുറ്റുമൊന്ന് നടന്ന് കാണിക്കാം, ഒരു അകത്തെ ആ ഒരു ഫീച്ചേഴ്സ് കൊണ്ട് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഓടിക്കാം. അപ്പോൾ എന്തായാലും ഈ വണ്ടിയിലേക്ക് ഒരു ആദ്യ ജനറേഷൻ ഇന്നോവയിൽ വന്ന ആദ്യ ഫേസ് ലിഫ്റ്റ് എന്ന നിലയ്ക്ക് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് തീർത്തും മികച്ച ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയുള്ള ഗ്രില്ലും അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് കോമ്പിനേഷനൊക്കെ ഈ ഒരു വണ്ടിയാണ്. താഴെ കാണുന്ന ആ ഒരു ഫോഗ് ലാമ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എയർ ഡാം ആണെങ്കിലൊക്കെ ഭംഗിയുണ്ട് കാണാനായിട്ട്. ബോണറ്റ് ഏരിയ അല്ലെങ്കിൽ വലിയ ഗ്ലാസ് ഏരിയ ഒക്കെ തന്നെ കാണാം. വശങ്ങളിലും ഒരു വലിയ MPV, ഭംഗിയുള്ള MPV എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ രൂപമൊക്കെ. ഇനി മുന്നിലും പിന്നിലും അലോയ് വീൽ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നത് V ആണ്. വിയുടെ ആ ഒരു അലോയ് വീൽ ഡിസൈൻ നോക്കിയാൽ തീർത്തും ഭംഗിയുള്ള ഒരു അലോയ് വീൽ ഡിസൈൻ അല്ലേ. എനിക്ക് എപ്പോഴും ഈ ഒരു വണ്ടിയുടെ വീലിനെ കുറിച്ചൊക്കെ തീർത്തും നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. കാണാൻ ഭംഗിയുള്ള വീലാണ് എന്ന് പറയാം. 205/65 R15 സൈസാണ്. ഇപ്പോൾ വണ്ടികളുടെ സൈസൊക്കെ മാറി. ഇത് ശരിക്കും അന്നത്തെ കാലത്ത് വലിയ സൈസ് തന്നെയായിരുന്നു. ക്വാർട്ടർ ഗ്ലാസ് പോലുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ കണ്ടില്ലേ പണ്ടത്തെ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ണാടിയിലല്ല ഫെൻഡറിലാണ് ആ ഒരു ഇൻഡിക്കേറ്റർ എന്നുള്ളതാണ്. ഇനി വലിയ ഗ്ലാസ് ഏരിയകളും അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ആ ഒരു സ്പോയിലർ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതകളായിട്ട് പറയാം. ഇതിൻ്റെ പിന്നിൽ ഡിസ്ക് അല്ല, ഡ്രം ബ്രേക്കാണ്. ആ ഒരു മുന്നിൽ ഡിസ്ക് ബ്രേക്കും കാണാമെന്നുള്ളതാണ്. D40 ബാഡ്ജ് ഇടതുവശത്ത് മാത്രമേ ഉള്ളൂ. D40 എന്നുള്ള D എന്ന് പറയുന്നത് ആ ഒരു റെഡിലാണെന്ന് കാണാം. ഇനി ഈ ഒരു ഹെഡ് ലാമ്പിനൊക്കെ ഒരു ഇത്തിരി ഫെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വർഷങ്ങളുടെ പഴക്കം തന്നെയാണ്. വൈപ്പേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അതൊന്നും കൂടുതൽ പറയാനുള്ള കാര്യങ്ങളല്ല. ഇന്നോവയുടെ ആ ഒരു പെട്രോൾ മോഡൽ ഉണ്ടായിരുന്നത് 2005 വരെയുള്ള ക്യാമറയുള്ള ആ ഒരു എഞ്ചിൻ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ 1TRFE എന്നാണ് ആ ഒരു എഞ്ചിൻ്റെ കോഡ്. ഇത് D40 ആണ്. D40 എന്ന് പറയുമ്പോൾ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിൻ. പക്ഷേ ഇൻ്റർകൂളർ ഇല്ലാത്ത ആ ഒരു മോഡലായിട്ടാണ് ആദ്യം വന്നത്. പിന്നീട് ടൊയോട്ട ഇന്നോവയ്ക്ക് ഇൻ്റർകൂളർ കിട്ടേണ്ടായത്. അപ്പോൾ തീർത്തും റോബസ്റ്റ് എന്ന് പറയാവുന്ന ഒരു എഞ്ചിനാണ്. എത്ര കിലോമീറ്റർ വേണമെങ്കിൽ കിടന്ന് ഓടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ ഒരു എഞ്ചിനാണ് D40 എന്നുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒരു വീഡിയോ എക്സ്ട്രാ ചെയ്യാം. താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അത് പിന്നീട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 2009 വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഞാൻ പറഞ്ഞു എഞ്ചിൻ കവറും കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. അതൊക്കെ തന്നെയും പിന്നീട് ക്രിസ്റ്റ പോലുള്ള വണ്ടികൾ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ടൊയോട്ട ഇന്നോവയുടെ എഞ്ചിനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അടുത്ത വണ്ടികളുടെ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഉചിതം. പിന്നിലേക്ക് വന്നാൽ പിന്നിലിത് V വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ റിയർ വൈപ്പർ കാണാം, ഡിഫോഗർ കാണാം, സ്പോയിലർ ഉണ്ട്. അപ്പോൾ
ക്രോം ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഈ ലൈറ്റിൽ വന്ന ആ ഒരു മാറ്റം കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് എന്ന് വന്ന് 2013 ഫേസ് ലിഫ്റ്റിൻ്റെ ആണോ സംശയമുണ്ട്. നിങ്ങൾ ആരെ കമൻറ്റ് കിട്ടോ. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, ക്യാമറ എക്സ്ട്രാ വെച്ചതാണ്. ഇതിൻ്റെ സ്പെയർ വീൽ എന്ന് പറയുന്നത് അടിയിലാണ്. അത് ഇന്നോവയുടെ ആ ഒരു വീലൊക്കെ തന്നെ അടിയിലാണ്. അപ്പോൾ ഡിക്കിയിൽ എന്താണ്, ഡിക്കിയിൽ പ്രത്യേകിച്ച് സ്ഥലമില്ല, കാരണം 3 റോ സീറ്റുകളാണല്ലോ. അപ്പോൾ ഡിക്കി ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക എന്താ വെച്ചാൽ ആ ഡിക്കിയിൽ ആ ഒരു സീറ്റ് കഴിഞ്ഞ് അത്യാവശ്യം ലഗേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരു ഫാമിലി യൂസിന് പറ്റിയ കാര്യം. പക്ഷേ ഈ ഒരു ഇന്നോവയുടെ സീറ്റ് മടക്കി വയ്ക്കുന്ന ഒരു പ്രത്യേക വേലാണ്. എന്ന് വെച്ചാൽ ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടുത്തെ ഈ ഒരു ടാഗ് പിടിച്ച് പൊക്കുമ്പോൾ ഇതിങ്ങനെ ചെരിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള ഈ ഒരു കുളത്തെടുത്തിട്ട് അങ്ങ് കുളത്തിടുക ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലഗേജ് സ്പേസിന് വേണ്ടിയുള്ള ആ ഒരു ഓപ്പണിംഗ് ആയില്ലേ, ഇങ്ങനെ 2 സീറ്റ് നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റും. ശരിക്കും നല്ല സൗകര്യമാണ്. അങ്ങോട്ട് മടങ്ങി കിടക്കല്ല എന്നുള്ളേ ഉള്ളൂ, ഫ്ലാറ്റ് ഫ്ലോർ കിട്ടില്ല എന്നുള്ളേ ഉള്ളൂ, പക്ഷേ സൗകര്യമാണ്. അത് പറയുമ്പോൾ ഈ വണ്ടി വി ആണെന്ന് പറഞ്ഞില്ലേ, വിയുടെ പിൻ സീറ്റ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സീറ്റുകളാണ്, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചെയറാണെന്ന് പറയാം. ഈ 2 സീറ്റുകളിലും ഹാംറസ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ ഈ ഡോർ പാഡിൽ വുഡൻ ഇൻസേർട്ട് ഉണ്ട്. ഈ പവർ വിൻഡോ സ്വിച്ച് കാണാം. ഇവിടെ ആ ഒരു വലിയ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇനി ബാക്ക് സീറ്റിൽ ഇരിക്കാനും സുഖമാണ്. നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് വർഷം പഴക്കമുള്ള വണ്ടിയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ള കംഫർട്ടിനെ കുറിച്ചൊക്കെ എടുത്തു പറയണം. ഇപ്പം നമ്മളിരിക്കുന്ന ക്യാപ്റ്റൻ ചെയറിലാണ്. തൈ സപ്പോർട്ടിൻ്റെ കുറവ് അല്ലെങ്കിൽ ഇന്നത്തെ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവൊക്കെ തോന്നും. പക്ഷേ റിക്ലൈൻ ചെയ്യാവുന്ന, ആംറസ്റ്റുള്ള, അത്യാവശ്യം നന്നായി ഇരിക്കാവുന്ന ക്യാപ്റ്റൻ സീറ്റിലെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു യൂസ്ഡ് കാർ വാങ്ങുന്ന ആൾക്കെന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ മികച്ചൊരു കാര്യമാണ്. ഈ സീറ്റുകളുടെ കളർ കണ്ടോ, ഇത് ബീജാണ്. മാത്രമല്ല മുകളിലായിട്ട് നമുക്ക് AC വെൻറ്റുകൾ കാണാം. ഈ AC വെൻറ്റുകൾ ശരിക്കും 3 രൂപയ്ക്കും ഉണ്ടെന്നുള്ളത് ഗുണമുള്ള കാര്യം തന്നെയാണ്. മുന്നിലെ ആംറസ്റ്റിൻ്റെ പിന്നിൽ കാര്യമായിട്ടൊന്നും കാണില്ല, പക്ഷേ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതൊരു കപ്പ് ഹോൾഡറാണ്, തുറന്നു വയ്ക്കാവുന്ന കപ്പ് ഹോൾഡറാണ്. ഇന്നോവയ്ക്ക് 3rd റോയും ഉണ്ടല്ലോ, ആ ഒരു 3rd റോയിൽ നിന്ന് കയറാട്ടോ. ഇത് ഇന്നോവ ആയതുകൊണ്ട്, വി ആയതുകൊണ്ട്, ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് നടുവിലൂടെ കയറാം. അതല്ലെങ്കിൽ ഈ സീറ്റ് ഇങ്ങനെ മറച്ച് നീക്കിയിട്ട് നമുക്ക് കയറാൻ പറ്റും. കയറി കഴിയുമ്പോഴാണ് അടുത്ത ഒരു കാര്യം എന്നുള്ളതാണ്. അതായത് 3rd റോയിൽ ഇരിക്കാവുന്ന 3rd റോ എന്ന് പറയാവുന്ന ഒരു വണ്ടിയാണ് ഇന്നോവ. അത്യാവശ്യം നന്നായി തന്നെ ഇരിക്കാം. തൈ സപ്പോർട്ടിൻ്റെ ഒരു കുറവ് എല്ലാ വണ്ടിയിലും പോലെ ഇതിനകത്ത് കാണാം, പക്ഷേ അത്ര കുറവല്ല. മാത്രമല്ല ഈ ഒരു സീറ്റിൻ്റെ ആംഗിൾ കൊള്ളാം, ഹെഡ് റെസ്റ്റ് കൊള്ളാം, AC വെൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 7 സീറ്റർ നോക്കുന്ന ആൾക്ക്, സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുന്ന ആൾക്ക് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഞാൻ പറയാവുന്ന ഒരു വണ്ടി എന്ന് ഇന്നോവ പറയാൻ മെയിൻ കാരണം ഈ ഒരു 3rd റോ ആണെന്നുള്ളതാണ്. ഹെഡ് റൂം ഉണ്ട് അത്യാവശ്യം കണ്ടോ. 2009 ഇന്നോവ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വന്ന മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC കിട്ടി എന്നുള്ളതാണ്. ഷിഫ്റ്റിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല, സെയിം ആ ഒരു വലിയ ട്രക്ക് പോലുള്ള ഷിഫ്റ്റ് തന്നെയാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് ഉണ്ട്. സീറ്റിൻ്റെ ഒരു കാര്യം പറയാം, വലിയ ആംറസ്റ്റ് ഉണ്ട്. ക്ലസ്റ്റർ എന്ന് പറയുന്നത് അനലോഗാണ്. എന്ന് വെച്ചാൽ 200 കിലോമീറ്റർ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലസ്റ്ററും ആ ഒരു ടാക്കോമീറ്ററും ടെയിൽ ലൈറ്റും ഓഡോമീറ്ററും കാണാം. സെറ്റിനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. 2013 മോഡലിലൊക്കെ വന്നപ്പോഴും ടച്ച് സ്ക്രീനായി ആ ഒരു HU വന്നു, അതായത് ഹെഡ് യൂണിറ്റ് ടച്ച് സ്ക്രീൻ ഹെഡ് യൂണിറ്റ് വന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യ മോഡലിലും രണ്ടാമത്തെ മോഡലിലൊന്നും വലിയ കാര്യമായിട്ട് ഫേസ് ലിഫ്റ്റിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പറയാൻ മാത്രമല്ല ഒന്നുമില്ല. പിന്നീട് അങ്ങോട്ട് വന്ന മോഡൽ, ഇപ്പോൾ 2009 മോഡൽ ഈ ഒരു വണ്ടിക്ക് വന്നൊരു കാര്യം എന്ന് പറയുന്നത് എയർ ബാഗ് ABS വീക്ക് ഉണ്ട്. കൂടാതെ ആ ഒരു എന്താ പറയുക ടച്ച് സ്ക്രീനിന് പകരം ഇവിടെ കണ്ടുന്ന ആ ഒരു ഓഡിയോ യൂണിറ്റ് ആയിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വൈറ്റ് പാനൽ നല്ല ഭംഗി തോന്നിച്ചു. പിന്നെ വി ആയിട്ട് കൂടി ലെതർ റാപ്പിംഗ് ഇല്ലാത്ത ഒരു സാധാ സ്റ്റിയറിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അധികം ഒരു വലിയ ഒരുപാട് പിന്നായിട്ട് പോയൊരു ഫീൽ തോന്നില്ല. എന്ന് വെച്ചാൽ ടൈംലെസ് ആണെന്ന് പറയാവുന്ന വിധത്തിലാണ് ഇന്നോവയുടെ കാര്യം എന്നുള്ളതാണ്. അതായത് കാലങ്ങൾ മാറിയാലും വണ്ടിക്ക് കാര്യമായിട്ടുള്ള ഒരു പഴക്കമൊന്നും നമുക്ക് അകത്ത് തോന്നില്ല. ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നോവയുടെ ഡോർ പാഡ് നോക്കിയേ, അതിൽ വുഡൺ ഇൻസേർട്ട് ഉണ്ട്. ആ ഒരു ഇൻസേർട്ടിലാണ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ. ഞാൻ പറയുന്ന ഒരു എലഗൻറ്റ് ഫീലാണ് പറയുന്നത്. കപ്പ് ഹോൾഡറും സ്പീക്കറൊക്കെ തന്നെ ഉണ്ട്. ഇനി ഡാഷ്ബോർഡിൻ്റെ കാര്യമായിട്ട് മാറ്റമില്ല കേട്ടോ. ആദ്യം കണ്ട ആ ഒരു മോഡലിലുള്ള ആ ഒരു 2009 വന്നപ്പോൾ മാറ്റമൊന്നുമില്ല. കളറുകളുടെ ആ ഒരു ചേഞ്ചസേ ഉള്ളൂ. ആ ഒരു എയർ ബാഗിൻ്റെ വാണിംഗ് അവിടെ കാണാം. പിന്നെ ഇങ്ങോട്ട് വരുന്തോറും ആ ഒരു സ്റ്റിയറിങ്ങിലെ ആ ഒരു 4 സ്പോക്കുകളും ആ ഒരു സ്വിച്ചുകളൊക്കെ തന്നെ കാണാം. സ്വിച്ചുകൾ എന്ന് പറയുമ്പോൾ കൺട്രോൾസ്, കീ എവിടെയാണ്, കീയുടെ മുകളിൽ കാണുന്ന ഇലുമിനേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മീറ്റർ ക്ലസ്റ്ററിൻ്റെ, അതും ഈ ഒരു മോഡലിൽ വന്ന ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇനി ഈ സീറ്റ് കണ്ടോ, അത്യാവശ്യം ഫ്ലഷ് ആയിട്ടുള്ളൊരു സീറ്റാണ്. ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് റോട്ടറി നോബാണ്. ഇന്നത്തെ കാലത്തെ വണ്ടി ഒന്നും കാണാൻ പറ്റില്ല, നമുക്ക് പഴയ കാലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കോളേജിൽ പണ്ട് ആ വലിച്ചു പിടിച്ച് വെക്കുന്ന ആ ഒരു ഹാൻഡ് ബ്രേക്കൊക്കെ കണ്ട പോലെ പഴയ കാല വണ്ടികളിൽ മാത്രം കാണുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു ആഷ്ട്രേ. അത് ഈ ഇന്നോവയിലുണ്ട്. ഇനി താഴെ കാണുന്ന ഈ ഒരു സിഗരറ്റ് ലൈറ്റർ കണ്ടോ, ഈ സിഗരറ്റ് ലൈറ്റർ എന്ന് പറയുന്നത് പവർ പോയിന്റ് അല്ല, ഒരു പ്രോപ്പർ സിഗരറ്റ് ലൈറ്റർ തന്നെയാണ്. കൂടാതെ ഇവിടെ ആ ഒരു പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സ്വിച്ച് കാണാം. ആ ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട് സിഗരറ്റ് ലൈറ്ററിന് പുറമെ. കൂടാതെ വലിയ ഗിയർ ലിവർ ഉണ്ടോ, ട്രക്കിൻ്റെ ഇതുപോലെ ഗിയർ ലിവറാണ്. ഇനി ഇവിടെ വലിയൊരു ആംറസ്റ്റ് ഉണ്ട്, അത് സ്റ്റോറേജ് സ്പേസ് ആണ്. കൂടാതെ ഹാൻഡ് ബ്രേക്ക് ലിവർ കാണാം. അതെല്ലാം ഓൾഡായിട്ട് തന്നെ കാണുന്ന കാര്യമാണ്. ഈ ഒരു വലിയ ആംറസ്റ്റിനകത്ത് ഡീപ്പായ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് കൂടി കാണാം കണ്ടോ. ഈ ഒരു മോഡലിന് മിററുകൾ ഇലക്ട്രിക്കാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് കൂടി കാണാം കണ്ടോ. ആദ്യം വന്ന ഇന്നോവയേക്കാൾ 2009 വന്ന ഈ ഒരു മോഡലിന്
കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് പോലെ AC ഉള്ള കാര്യങ്ങളുണ്ടെന്നുള്ളതല്ല, ഈ ഗ്രില്ലിൻ്റെ ഒരു മാറ്റവും ചെറുതായിട്ടൊന്ന് പോഷ് ആയ പോലെ ഒരു വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു 5.5 ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് ഈ ഒരു വണ്ടി അവൈലബിൾ ആണെന്നുള്ളതും ലോ കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക ആ ഒരു ചാമുണ്ട് എന്നുള്ളതും ഈ വണ്ടി വാങ്ങാൻ ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വണ്ടി ആയിരിക്കണം ഇന്നോവ യൂസർകാർ നോക്കുന്ന ആളുകളുടെ ചോയ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാം തികഞ്ഞ ഒരു 7 സീറ്റർ നിലയ്ക്ക് വേണ്ടി കാണാം, കിലോമീറ്ററുകൾ കാണാൻ ഓടിക്കോളും, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല, അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റാണ്, 12-13 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഓടിക്കാനും വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരിത്തിരി ഓടിക്കുമ്പോൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് RPM ലെവലിലെ ആ ഒരു കുറവാണ്. എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടി പറയാം, അതിനുശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ടൊയോട്ട ഇന്നോവ D4D ഓടിക്കാൻ ഭയങ്കര സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ എൻഫീൽഡ് ഓടിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ 4ാമത്തെ ഗിയറിലിട്ടാലും വളരെ കുറഞ്ഞ സ്പീഡിൽ 40 ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അതായത് ഒരു ടോർക്കി ആയിട്ടുള്ള ലോങ് സ്ട്രോക്ക് എഞ്ചിനാണല്ലോ. ഈ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ RPM കാര്യം കൂടി പറയണം. 100 എത്തുമ്പോൾ ഏറെക്കുറെ 3500 RPM എത്തും 4ാമത്തെ ഗിയറിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മാക്സിമം സ്പീഡൊക്കെ ഒരു 140 എത്തുമ്പോഴേക്കും വണ്ടി സ്ക്രീമി പറഞ്ഞാൽ അകറി തുടങ്ങും. അത് മാത്രമാണ് അതിൻ്റെ ഒരു കുഴപ്പം. പക്ഷേ ഓടിക്കാൻ നല്ല രസമാണ്, നല്ല ഫണ്ണുള്ളൊരു വണ്ടിയാണ്. പിന്നെ ക്രിസ്റ്റയേക്കാളും എനിക്ക് തോന്നുന്നു മറ്റുള്ള ഇന്നോവയെക്കാളും ഒക്കെ നല്ല ഒരു കംഫർട്ടബിളായിട്ട് യാത്രയാവുന്ന ഒരു വണ്ടി കൂടിയാണ് ഇന്നോവ. ഇപ്പോൾ നമ്മളൊരു പഴയ വണ്ടി നോക്കുമ്പോഴേ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ വലിയ USP ആണ്. അത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, അതായത് there is no റിപ്ലേസ്മെൻറ്റ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇന്നോവ പോലുള്ള വണ്ടികളുടെ കാര്യത്തിലാണ് ഗുണമെന്ന് പറയുന്നത്. നമുക്ക് റിലാക്സ് ചെയ്ത് ഓടിക്കാം. അപ്പോൾ നമ്മൾ 60-70 ഓടിച്ചു പോണിച്ചാൽ വളരെ കുറഞ്ഞ RPM വണ്ടി ഇങ്ങനെ പാട്ടും പാടി ഓടിക്കൊണ്ട് നടക്കാം. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും, ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും, ഡ്രൈവിംഗ് നല്ല സിമ്പിളാണ്, സ്റ്റിയറിംഗ് ഹൈഡ്രോളിക് ആണെങ്കിൽ വലിയ ഒരു വണ്ടി ഓടിക്കുന്ന ഫീൽ ഒന്നുമില്ല. ഞാനിപ്പോൾ ഓടിച്ചത് ജിംനിയാണ്. ആ ജിംനി ഓടിക്കുന്ന അത്രയും എഫേർട്ട് കൂടിയില്ല ഈ ഒരു ഇന്നോവ ഓടിക്കുക എന്നുള്ളതാണ്. ഷിഫ്റ്റർ കാണുമ്പോൾ തോന്നും ഓക്കെ ഇത് ട്രക്കിലേക്കാണല്ലോ, പക്ഷേ കൃത്യതയുള്ള ഒരു ഷിഫ്റ്ററാണ്, അല്ലെങ്കിൽ കൃത്യതയുള്ള ഒരു ലിവറാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഇന്നോവ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. അപ്പം 3 റോ സീറ്റിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ യൂസബിലിറ്റി ഉള്ളൊരു വണ്ടി എന്ന് നിലയ്ക്കും. അതുമാത്രമല്ല അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടി എന്ന് നിലയ്ക്കും. ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ ഈസി ആയിട്ടുള്ള വണ്ടി എന്ന് നിലയ്ക്കും. ഇപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടോപ്പ് സ്പീഡ് എടുത്ത് ഓടിക്കുക അല്ലെങ്കിൽ നല്ല ചവിട്ടി പൊളിച്ച് ഓടിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി. ഇപ്പോൾ 7 പേരുടെ ഒരു ഫാമിലിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഒരു 5-5.5 ലക്ഷം രൂപയ്ക്കുള്ളൊക്കെ കിട്ടാവുന്ന ഒരു വണ്ടിയായിട്ട് ഇതിനെ കാണാം. ഒരുപാട് വണ്ടികളൊക്കെ കിട്ടാറുണ്ട്. ഞാൻ വണ്ടികളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കേരള വണ്ടികളിൽ മികച്ച ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ സംഗതി സെറ്റായിരിക്കും, സംഗതി സൂപ്പറായിരിക്കും എന്നുള്ളതാണ്. ഞാനന്ന് കോളിസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, നിന്നോട് വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ കോളിസിനേക്കാളുള്ള ബെനിഫിറ്റുകൾ കൂടി പറയണ്ടേ. അപ്പോൾ കോളിസ് വാങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ കോളിസ് ഒരു ചെറിയ വണ്ടിയാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കോളിസ് വലിയ വണ്ടി തന്നെയാണ്, എന്നോട് വലിപ്പമൊക്കെ കോളിസിനുണ്ട്. പക്ഷേ കോളിസ് എന്ന് പറയുന്നത് ഇത്തിരി റുഡിമെൻ്ററി ആണ് ആ ഒരു കേസിൽ. ഇപ്പോൾ ഓടിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന കാർ പോലുള്ള ആ ഒരു ഡ്രൈവിംഗ് പോസ്റ്ററല്ല, പകരം ഒരു ഉയർത്തിയിരുന്ന് ഓടിക്കുകയാണ്, ഒരു ആട്ടമുണ്ട് വണ്ടിക്ക്. എന്നാൽ ഈ ഒരു വണ്ടിക്ക് ദാദർ ഹാൻഡ് ഒരു പ്രശ്നവുമില്ല. എന്ന് വെച്ചാൽ ഒരു കാറ് പോലെ ഓടിക്കാവുന്ന ഒരു MPV എന്ന നിലയ്ക്കാണ് അല്ലെങ്കിൽ MUV എന്ന നിലയ്ക്കാണ് ഇന്നോവയെ കാണാൻ പറ്റുക. ഇപ്പോൾ ആൻഡ്രോയിഡ് പോലുള്ള ടച്ച് സ്ക്രീൻ പോലുള്ള കാര്യങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്, അതൊന്നും വണ്ടിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ റിയർ AC പോലുള്ള 3 റോയിലുള്ള AC പോലുള്ള കാര്യങ്ങൾ, 3 റോയിൽ ഇരിക്കാവുന്ന ആ ഒരു യൂസബിലിറ്റി, അതുപോലെ ഹെഡ് റൂം, ലെഗ് റൂം, തൈ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു കാറ് പോലെ കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ് ഇന്നോവ. ആകെയുള്ള നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ടാണ്. നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ട് ഓടിച്ചാലും എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് അകത്തേക്ക് വരും. മാത്രമല്ല കാല് കൊടുത്ത് ഓടിച്ചാൽ വണ്ടി ചീറുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഹാൻഡ് ഇന്നോവ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. സാധാരണ കാറുകൾ പറയുന്ന പോലെ 1 ലക്ഷം താഴെ ഓടിയ വണ്ടി നോക്കണം ഞാൻ പറയുന്നില്ല, ഒരു 2 ലക്ഷം താഴെ ഓടിയ വണ്ടിയൊക്കെ നോക്കുള്ളൂ. പക്ഷേ വണ്ടിക്ക് നല്ല ഹിസ്റ്ററി ഉണ്ടായിരിക്കണം, നന്നായിട്ട് ഓയിലൊക്കെ മാറി നീറ്റായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിൽ മാത്രമേ ആ ഒരു ലൈഫൊക്കെ കിട്ടുള്ളൂ. അതല്ലാണ്ട് ചവറ് പോലെ ഓടിച്ച വണ്ടിക്ക് ലൈഫൊന്നും കിട്ടില്ല. പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ വർക്ക് ചെയ്യേണ്ടത് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. AC-യുടെ ഒരു കാര്യം നോക്കണം, പിന്നെ സ്റ്റിയറിംഗിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കണം, ആ ഒരു യൂണിവേഴ്സൽ ജോയിൻ്റ് അടിക്കുന്നുണ്ടോ നോക്കണം, വീലിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങൾ നോക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക് തോന്നുന്നു യൂസ്ഡ് ഇന്നോവ എടുക്കാവുന്നതാണ്, എടുത്ത് ഓടിക്കാവുന്നതാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള, അത്യാവശ്യം ഫണ്ണുള്ള, അത്യാവശ്യം യാത്രാസുഖമുള്ള ഒരു വണ്ടി, വലിയ കുഴപ്പമില്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടിയായിട്ട് ഇന്നോവയെ കാണാവുന്ന ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പല ആളുകളും ക്രിസ്റ്റയ്ക്ക് പകരം ഇന്നോവയൊക്കെ ടാക്സി വരുമ്പോൾ പറയുന്നത് എനിക്ക് ക്രിസ്റ്റ വേണ്ട, ഇന്നോവ മതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ രത്ന ചുരുക്കം. ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റെതായിട്ട് ചാമുണ്ട്, ഇതിൻ്റെതായിട്ട് കംഫർട്ട് ഉണ്ട്, ഇതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.